ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ അൽഗോരിതംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇനി ഒരു മെയിൻ ടോപ്പിക്കും കൂടെയുള്ളൂ, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന മെയിൻ ടോപ്പിക്ക് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. അതിൽ അൽഗോരിതത്തിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഫ്ലോ ചാർട്ടിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്? ഈ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ആക്ച്വലി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിപ്പം ബയോളജി സയൻസ് സ്റ്റുഡൻസ് ആയിരുന്നാലും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആയിരുന്നാലും അവർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ മിക്കവാറും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ച് മാത്സിൽ ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയാം. എന്താണ് അൽഗോരിതം എന്ന്, എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് നിങ്ങൾ പഠിച്ചും കാണും സ്കൂൾ ഡേയ്സിൽ തന്നെ. പക്ഷേ എന്നാലും നമുക്ക് പ്രോഗ്രാമിങ്ങിന് ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ ഒന്ന് പറയാം. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നും എന്തിനു വേണ്ടിയാണ് ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതെന്നും ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. 1-2 എക്സാമ്പിൾസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും കാണിക്കുന്നില്ല, എന്നാലും ഈ സംഭവം ഒന്ന് മനസ്സിലാക്കാനായിട്ട് 1-2 എക്സാമ്പിൾസും കൂടെ കാണിക്കാം. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ അതിൻ്റെ തിയറി കുറച്ച് കൊടുത്തിട്ടുണ്ട്, തിയറി കുറച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എക്സാമ്പിൾസും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൊന്നാണ് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അൽഗോരിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അൽഗോരിതം എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു സാമ്പിൾ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് എൻ്റെ സാമ്പിൾ അൽഗോരിതം എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഗ്രാം എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് കരുതുക. എക്സാമിന് സി പ്രോഗ്രാം എഴുതാനായിട്ട്, എൻ്റെ കോഡ് എഴുതാനായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നു എന്ന് കരുതുക. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം. 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടതെന്ന് കരുതുക. അല്ലെങ്കിൽ 1 to 100 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് എക്സാമിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ കോഡ് നമ്മൾ എഴുതണം. അല്ലെങ്കിൽ 1 to 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ടോട്ടൽ കണ്ടെത്താൻ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് എഴുതണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോഡ് എഴുതാനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് തരുന്നത്. ഇപ്പം നിങ്ങളിപ്പം പ്രോഗ്രാമിംഗ് നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണെന്ന് കരുതുക. സി പ്രോഗ്രാമിങ്ങും C++ഉം ജാവയും അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒരാളാണെന്ന് കരുതുക. ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അറിയാം. എസ്പെഷ്യലി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അറിയാം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയാം, എല്ലാ സിൻറ്റാക്സും അറിയാം, എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കരുതുക. അപ്പോൾ അയാളെടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് പ്രൈം നമ്പേഴ്സ് 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് പറഞ്ഞാൽ, അയാൾക്ക് ആ ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലോ, പ്രൈം നമ്പേഴ്സ് 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് മാനുവലി സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. അതായത് മാനുവലി 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടെത്തും എന്ന് അയാൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ ഒരു മെത്തേഡ്, ആ ഒരു ലോജിക്ക്, എങ്ങനെയാണ് 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടെത്തുന്നത്, മാനുവലി എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത് എന്ന മെത്തേഡ് അറിയാമെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ പ്രോഗ്രാമും എഴുതാനായിട്ട് സാധിക്കൂ. അല്ലാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, പ്രോഗ്രാമിംഗ് നല്ലവണ്ണം അറിയാം, നല്ല എക്സ്പേർട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏത് പ്രോഗ്രാമും നമുക്ക് എഴുതാനൊക്കെ, ഏത് കോഡ് നമുക്ക് എഴുതാനൊക്കും എന്നർത്ഥമില്ല. അതിൻ്റെ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ. ഇപ്പം മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാനുവലി അത് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, മാനുവലി അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്താം എന്നറിയാമെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ കോഡും എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് 1 to 100, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക. അത് മാനുവലി കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. ആ മാനുവലി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇക്വേഷൻ കാണും, ആ ഇക്വേഷൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടിയെന്ന് വയ്ക്കും. അപ്പോൾ ആ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആലോചിക്കുക. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഇൻപുട്ട് തരും, ഔട്ട്പുട്ടായിട്ട് ഫാരൻഹീറ്റിൽ അതിൻ്റെ ആൻസർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അപ്പോൾ അതും ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയും. ഒരു ഇക്വേഷൻ ഉണ്ട്, ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ചെറിയൊരു ഇക്വേഷനിൽ ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫാരൻഹീറ്റിലുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ സി ലാംഗ്വേജ് എത്ര നല്ലവണ്ണം അറിയാം, C++ഉം ജാവയൊക്കെ അറിയാം, എല്ലാ ഫീച്ചേഴ്സും അറിയാം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയാം, എല്ലാ സിൻറ്റാക്സ് അറിയാം എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ടെമ്പറേച്ചർ കൺവേർഷൻ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ബേസ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിൽ എത്ര എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാലും ആ കോഡ് എഴുതാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ലോജിക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ പ്രോഗ്രാം എഴുതാനായിട്ടും സാധിക്കൂ. അപ്പോൾ ഈ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പ്രോഗ്രാമിന് എന്തൊക്കെ
ഡാറ്റ ഇൻപുട്ടായിട്ട് വേണമെന്ന് നമ്മൾ അറിയണം. ആ ഡാറ്റ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണമെന്ന് അറിയണം. എന്നിട്ട് ആ ഡാറ്റ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നറിയണം. പ്രോസസ്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലോട്ട് ആ ഡാറ്റ ഇട്ട് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷനിൽ എന്തൊക്കെ വാല്യൂസാണ് ഇൻപുട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഈ ഔട്ട്പുട്ടായിട്ട് എന്ത് വാല്യൂ എടുക്കും എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് ആ ഔട്ട്പുട്ടായിട്ട് ഇടുന്ന വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമെന്നൊക്കെ അറിയണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ ആ കോഡ് എഴുതാനായിട്ട് സാധിക്കൂ. അല്ലാതെ പ്രോഗ്രാം ഇപ്പോൾ ലാംഗ്വേജിൽ എക്സ്പേർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ സാധിക്കത്തില്ല. ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിന് എന്തൊക്കെ ഡാറ്റ ഇൻപുട്ടായിട്ട് വേണം, ആ ഡാറ്റ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യും, എന്നിട്ട് ആ ഡാറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യും, എന്തെങ്കിലും ഇക്വേഷനിലിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇക്വേഷനിൽ നിന്ന് ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് എങ്ങനെ എടുക്കും, ആ ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ആ പ്രോഗ്രാമിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. അതിപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം എഴുതാനും ശരി, മാത്തമാറ്റിക്കൽ അല്ലാത്ത വേറെ എന്തെങ്കിലും പ്രോഗ്രാം എഴുതാനും ശരി. അപ്പോൾ മാനുവലി അത് സംഭവത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ആ ഒരു ഐഡിയ, ആ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ലോജിക്ക്, ഈ ഒരു ഐഡിയയാണ് സത്യം പറഞ്ഞ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു ലോജിക്ക്, ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ കോഡ് എഴുതാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ സി ലാംഗ്വേജ് ആയിരുന്നാലും C++ ആയിരുന്നാലും ജാവ ആയിരുന്നാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് എഴുതാനാണെങ്കിലും അതിൻ്റെ ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ അത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മാനുവലി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ പ്രോബ്ലം മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെങ്കിൽ മാനുവലി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കോഡ് എഴുതാനായിട്ട് സാധിക്കൂ. അങ്ങനെ മാനുവലി സോൾവ് ചെയ്യാനുള്ള ആ മെത്തേഡിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നു. എന്തൊക്കെ ഡാറ്റയാണ് ഇൻപുട്ടായിട്ട് വേണ്ടത്, ആ പ്രോഗ്രാമിന് വേണ്ടത്, ആ ഡാറ്റ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് അത് ഏതെങ്കിലും ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഔട്ട്പുട്ട് എടുക്കുന്നു. ഇങ്ങനത്തെ ഈ സ്റ്റെപ്സ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നിങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്ന ആ ഒരു മെത്തേഡിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കൂ. അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ലോജിക്കിനെ പേപ്പറിലോട്ട് ഇങ്ങനെ മാറ്റുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉള്ള സ്റ്റെപ്സ് ആയിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ലോജിക്കിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അതിപ്പം എത്ര സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നാലും എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നാലും അതിൻ്റെ ആ ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. നമുക്കത് ആ ലോജിക്കിനെ ഒരു അൽഗോരിതമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അൽഗോരിതം പേപ്പറിലെടുത്ത് എഴുതണം എന്നില്ല. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അൽഗോരിതം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അൽഗോരിതം എഴുതണമെന്ന് ഇല്ല. പക്ഷേ ആ അൽഗോരിതം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് വേ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് അൽഗോരിതം വരുന്നത് എന്നൊരു ക്ലിയർ ഐഡിയ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരുപാട് എക്സ്പേർട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അൽഗോരിതം എഴുതി നോക്കാറില്ല. പക്ഷേ എന്നാലും അവരുടെ മനസ്സിൽ ആ ഒരു അൽഗോരിതം കാണും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അൽഗോരിതത്തിൻ്റെ ആ ഒരു ഐഡിയ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നിട്ട് അത് ബേസ് ചെയ്തായിരിക്കും പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അൽഗോരിതത്തിനെയാണ്, അങ്ങനെ ഒരു ഓർഡർ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതം ബേസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഈ അൽഗോരിതം എഴുതി നോക്കാൻ നിൽക്കത്തില്ല. പക്ഷേ ഈ അൽഗോരിതം മനസ്സിലുണ്ടായിരിക്കും. അത് ആ അൽഗോരിതം ബേസ് ചെയ്തായിരിക്കും അവർ പ്രോഗ്രാമും എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ സ്കെൽട്ടൺ സ്ട്രക്ചറായിട്ട് നമുക്ക് ഈ അൽഗോരിതത്തിന് പറയാം. ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിൻ്റെ ഒരു സ്കെൽട്ടൺ സ്ട്രക്ചർ ആണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഈ അൽഗോരിതത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ കോഡും എഴുതുന്നത്. അപ്പം ഒരു പ്രോഗ്രാം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാം എഴുതണമെങ്കിൽ, അതിൻ്റെ കോഡ് എഴുതണമെങ്കിൽ ആദ്യം അതിൻ്റെ ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല ആ ലോജിക്കിനെ ഒരു അൽഗോരിതം ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അൽഗോരിതം എഴുതി നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എഴുതി നോക്കണം ചിലപ്പം ബിഗിനേഴ്സൊക്കെ ആയിരിക്കും അൽഗോരിതം എഴുതി നോക്കിയിട്ട് അതിനെ പിന്നെ പ്രോഗ്രാം കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ അൽഗോരിതം എഴുതി നോക്കാൻ നിൽക്കത്തില്ല. പക്ഷേ എന്നാലും ആ അൽഗോരിതം അയാളുടെ മനസ്സിൽ കാണും. അപ്പം ഒരു ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ലോജിക്കിനെ ഒരു അൽഗോരിതം ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആ അൽഗോരിതത്തിനെയാണ് നമ്മൾ പിന്നെ ഒരു ഒരു പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ കോഡായിട്ടോ നമ്മൾ അതിനെ മാറ്റി എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ സ്കെൽട്ടൺ സ്ട്രക്ചറാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അൽഗോരിതത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ ഈ അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചത് തന്നെയാണെങ്കിൽ നമുക്കതൊന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ, ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ്റെ ഒരു അൽഗോരിതമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ അൽഗോരിതം ഇതേ ഫോമാറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു സി ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പം ഇതേ അൽഗോരിതത്തിൻ്റെ തന്നെ പ്രോഗ്രാമൊക്കെ നമുക്ക് എഴുതി നോക്കാം. എന്താണെന്നല്ലേ ഇപ്പം ഈ അൽഗോരിതം നോക്കാം. ഈ അൽഗോരിതം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണ്. നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു അൽഗോരിതമാണ് ഈ കൊടുത്തിട്ടുള്ളത്.
അതിൻ്റെ ഒരു ബേസ് ഇക്വേഷനാണ് ഇതാ ഇവിടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള I=PNR/100 എന്ന ബേസ് ഇക്വേഷൻ. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ അൽഗോരിതം നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഡെപ്പോസിറ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ അറിഞ്ഞുകൂടാ എങ്കിൽ നമുക്ക് അതിൻ്റെ അൽഗോരിതം എഴുതാൻ പറ്റത്തില്ല, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോഡും എഴുതാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ വാല്യൂസ് ഇൻപുട്ടായിട്ട് വേണമെന്ന് നമുക്കറിയാം. എന്നിട്ട് ആ വാല്യൂസ് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയാം. ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാം. ആ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അത് ഈ പറഞ്ഞ സ്റ്റെപ്സാണ് ഒരു അൽഗോരിതം ഫോമിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓരോ സ്റ്റെപ്പിനും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്നൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഇൻപുട്ട് ദി എമൗണ്ട് P, നമ്പർ ഓഫ് ഇയേഴ്സ് N ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R. അതായത് എത്ര എമൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിനെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനെ നമ്മൾ P എന്ന് പറയുന്ന ആ പേരിലോട്ടാണ് സേവ് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും സേവ് ചെയ്യണമല്ലോ. അത് P എന്ന് പറയുന്ന പേരിലോട്ടാണ്. അതിനെ വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നു. P എന്ന പേരിലോട്ടാണ് സേവ് ചെയ്യുന്നത്. നമ്മളതിനെ വേരിയബിൾ എന്ന് പറയുന്നു. P എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എത്ര ഇയേഴ്സാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് N എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ വാല്യൂ ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണമല്ലോ ആ വാല്യൂ. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാനുള്ളൊരു കണ്ടെയ്നറിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ N എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. ഇത് മിക്കവാറും 5% അല്ലെങ്കിൽ 7% എന്ന ഒരു പെർസെൻറ്റേജ് വാല്യൂ ആയിരിക്കും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനെ നമ്മൾ R എന്നും പറഞ്ഞുകൊണ്ട് എൻ്റർ ചെയ്യുന്നു. R എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അതും സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. P×N×R/100 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ 100 എന്തിനാണ് കൊടുത്തത്? ഈ ആറിൻ്റെ വാല്യൂ പെർസെൻറ്റേജിലാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിലാണ് /100 കൊടുക്കുന്നത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം 0.5 എന്നോ അല്ലെങ്കിൽ 0.05 എന്നോ, ഇപ്പോൾ 5% ആണ് എങ്കിൽ 0.05 എന്നൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ /100 ചെയ്യേണ്ട, അത് വിടുക. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജിലാണ് എൻ്റർ ചെയ്യുന്നത് എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ /100 കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ PNR/100 എന്ന ഇക്വേഷനിലോട്ട് നമ്മൾ ഈ വാല്യൂസ്, ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് I എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. അതാണ് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു അൽഗോരിതത്തിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ്. ഒരു 4 സ്റ്റെപ്പിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇതിപ്പം തന്നെ ഒരു പ്രോഗ്രാമായിട്ട് ചോദിക്കാം. റൈറ്റ് C പ്രോഗ്രാം ടു ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമായിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ കോഡ് എഴുതണമെങ്കിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു അൽഗോരിതം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ പേപ്പറിൽ എഴുതാം എന്ന് നിർബന്ധമില്ല. പേപ്പറിൽ എഴുതിയാലും കൊള്ളാം. പക്ഷേ എന്നാലും വലിയ വലിയ പ്രോഗ്രാം ആണെങ്കിൽ അൽഗോരിതം എന്ന് പറയുന്ന 10, 12, 20 ലൈൻസ് ഒക്കെ വന്നെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും പേപ്പറിൽ എഴുതാൻ നിൽക്കത്തില്ല. പക്ഷേ എന്നാലും ഈ അൽഗോരിതത്തിൻ്റെ ഈ സ്റ്റെപ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു അൽഗോരിതം ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ പ്രോഗ്രാം എഴുതാനായിട്ട് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ അൽഗോരിതം നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരിക്കണം. അൽഗോരിതം എന്താണ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ കോഡ് എഴുതാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോഗ്രാമിങ്ങിൽ അൽഗോരിതം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സിമ്പിളായിട്ടുള്ള അടുത്ത ഒരു അൽഗോരിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദി ബിഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അതായത് നമ്മൾ 3 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിൽ ബിഗസ്റ്റ് നമ്പർ ഏതാണ് എന്ന ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കൺസിഡർ ചെയ്യുക ABC എന്ന 3 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ Aയും Bയും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കും. Aയും Bയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കും. ഇപ്പം A ആണ് വലുത് എങ്കിൽ ബിഗസ്റ്റ് =A എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ Aയും Bയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ ഡിജിറ്റ് അല്ലെങ്കിൽ വലിയ നമ്പർ A ആണ് എങ്കിൽ ബിഗസ്റ്റ് =A എന്ന് കൺസിഡർ ചെയ്യും. അതല്ല Aയും Bയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ B ആണ് വലുതെങ്കിൽ ബിഗസ്റ്റ് B എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ ബിഗസ്റ്റിനെ C-യുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ Aയും Bയും കൂടെ കമ്പയർ ചെയ്യുമ്പം A ആണ് ബിഗസ്റ്റ് എന്ന് കിട്ടുന്നതെങ്കിൽ ആ A ആയിരിക്കും നമ്മൾ C-യുമായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ വലുത് ഏതാണെന്ന് നോക്കും. അപ്പോൾ അതിലും വലുത് Aയും Cയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴും ബിഗസ്റ്റ് എന്ന് പറയുന്ന A തന്നെയാണെങ്കിൽ അതിനെ ബിഗസ്റ്റിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതല്ല ഇവിടെ Aയും Cയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ C ആണ് വലുതെങ്കിൽ C-യെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. കാരണം അതാണല്ലോ വലുത്. അതുപോലെ തന്നെ ഇപ്പോൾ Aയും Bയും കൂടെ കമ്പയർ ചെയ്യുമ്പം B ആണ് ബിഗസ്റ്റ് എങ്കിൽ അടുത്ത സ്റ്റേജിൽ ഈ Bയും Cയും കൂടി ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് B ആണ് വലുതെങ്കിൽ ബിഗസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുക. അതല്ല Bയും Cയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ C ആണ് വലുതെങ്കിൽ ആ C-യെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ലോജിക്കാണ് ആ ഒരു സംഭവത്തിനെയാണ് നമ്മളിവിടെ ഒരു അൽഗോരിതമായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 3 നമ്പേഴ്സ് എ ബി ആൻഡ് സി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു വാല്യൂ ന്യൂമറിക്കൽ നമ്പർ ആയിരിക്കും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 5, 6, 7 ഈ 3 നമ്പേഴ്സാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു എന്ന് കരുതുക. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് എക്സാമ്പിളായിട്ട് 5, 6, 7 എന്ന 3 നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആക്ച്വലി അറിയാം ഇതിൽ ഈ 5, 6, 7 എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് തന്നെ അറിയാം 7 ആണ് വലിയ നമ്പർ എന്നറിയാം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണം, ഇന്ന നമ്പറാണ് വലുത് എന്ന ഔട്ട്പുട്ട് കിട്ടണം. അതിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 5, 6, 7 ഈ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ നമ്പേഴ്സ് അവർ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി ഈ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. മിക്കവാറും ഈ ഒരു ഓർഡറിലായിരിക്കും അതങ്ങ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 5 എ എന്ന് പറയുന്ന ആൽഫബറ്റിലോട്ട്, അതായത് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ നമ്പർ സി എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 3 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എ ബി സി എന്നീ പറയുന്ന വേരിയബിൾസിലോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ വേരിയബിൾസ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും ബിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ എ എന്ന ആൽഫബറ്റും ബി എന്ന ആൽഫബറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല, എയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും ബിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കമ്പയർ എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പയർ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ആണോ വലുത് അതോ ബി ആണോ വലുത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് കമ്പയർ എ ആൻഡ് ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ ബിഗസ്റ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എയും ബിയും കൂടെ കമ്പയർ ചെയ്യുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ ആണോ ബി എക്കാളും ഗ്രേറ്റർ, അങ്ങനെയാണെങ്കിൽ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുന്നു. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുക. എ എന്ന വേരിയബിളിലുള്ള വാല്യൂയും ബി എന്ന വേരിയബിളിലുള്ള വാല്യൂയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എ ആണ് വലുതെങ്കിൽ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 5ഉം ബി സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 6ഉം ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി ആണ് ചോദിക്കുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പോലെയാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ആണ് വലുതെങ്കിൽ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ 5ഉം 6ഉം ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നായിരിക്കും. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ അല്ല, കാരണം എ ഗ്രേറ്റർ ദാൻ ബി അല്ല, ബി ആണ് ഇവിടെ വലുത്, ബി ആണ് 6, എക്കാളും വലുതാണ് ബി. അതുകൊണ്ട് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഫാൾസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്നത് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടല്ലോ, പകരം അതർവൈസ് ബിഗസ്റ്റ് ഈക്വൽ ടു ബി എന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു എ എന്നുള്ളത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ ഒരു ലോജിക് പ്രകാരം ഇവിടെ ഇപ്പം എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ 6ഉം ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ ഫാൾസ് ആണ് വരുന്നത്. അതുകൊണ്ട് അതർവൈസ് ബിഗസ്റ്റ് ഈക്വൽ ടു ബി എന്ന സംഭവമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് വലിയ വാല്യൂ ഏതാണോ, എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം വലിയ വാല്യൂ ഏതാണോ അത് ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പം 6 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ബിഗസ്റ്റും സിയും തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ബിഗസ്റ്റ് വിത്ത് ദി തേർഡ് നമ്പർ സി. അതായത് ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു സി. ഇവിടെ സപ്പോസ് സി ആണ് വലുതെങ്കിൽ ഈ ബിഗസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പം ആ 6ഉം ഈ സിയിൽ സ്റ്റോർ ചെയ്യുന്ന 7ഉം തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സിയും ബിഗസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് വലുതെങ്കിൽ, ആക്ച്വലി ഇവിടെ സി ആണല്ലോ വലുത്, അപ്പോൾ സി ആണ് വലുതെങ്കിൽ ബിഗസ്റ്റ് ഈക്വൽ ടു സി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സിയിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ വാല്യൂവിനെ ബിഗസ്റ്റിലോട്ട് കോപ്പി ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ബിയിലുള്ള വാല്യൂവിനെ ബിഗസ്റ്റിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സി ആണ് വലുത് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിഗസ്റ്റ് എന്ന വേരിയബിളിലോട്ട് സിയിലുള്ള വാല്യൂ ആണല്ലോ സേവ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ബിഗസ്റ്റ് ഈക്വൽ ടു സി, അതായത് സിയിൽ സ്റ്റോർ ചെയ്യുന്ന 7 എന്ന വാല്യൂ ഈ ബിഗസ്റ്റ് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിഗസ്റ്റിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. എന്നിട്ട് അടുത്ത 4ാമത്തെ സ്റ്റെപ്പിൽ പ്രിൻറ്റ് ബിഗസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബിഗസ്റ്റിൽ എന്താണോ സേവ് ചെയ്തിരിക്കുന്ന ആ വാല്യൂ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഈ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ 5, 6, 7 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഔട്ട്പുട്ടായിട്ട് സി എന്ന ഒരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടേണ്ടത്, പകരം ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഈ 7 എന്ന വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. അതായത് ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിൽ ബിഗസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പം നമുക്ക് സി എന്നൊരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടേണ്ടത്. ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പേഴ്സിൽ സി ആണ് ഏറ്റവും വലുത് എന്നൊരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടേണ്ടത്, പകരം 7 എന്ന ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. 3 വാല്യൂസ് എൻ്റർ ചെയ്ത്
കൊടുക്കുമ്പോൾ അതിലെ ബിഗർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റ് ബിഗസ്റ്റ്, അതായത് ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ പ്രിൻറ്റ് ബിഗസ്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ബിഗസ്റ്റ് എന്ന് കൊടുക്കുമ്പം ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. കാരണം ബിഗസ്റ്റ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ സിയുടെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ബിഗസ്റ്റ് എന്ന വാല്യൂ എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് 7 എന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഇത് കമ്പയർ ചെയ്യുക, സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് എന്നത് കമ്പയർ ചെയ്യുമ്പം സപ്പോസ് ബിഗസ്റ്റ് തന്നെയാണ് വലുതെന്ന് കരുതുക. ഇപ്പം ബിയുടെ വാല്യൂ ഇപ്പം 8 ആണെന്ന് കരുതുക. ഈ 5 6ന് പകരം 8 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ബിഗസ്റ്റും സിയും കൂടെ ആയിരിക്കും അപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ സിയും ബിഗസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പം ബിഗസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബി ഈക്വൽ ടു ബിഗസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ സപ്പോസ് ഇപ്പം 8 ആണ് വാല്യൂ എങ്കിൽ, ബിയുടെ വാല്യൂ 8 ആണെങ്കിൽ ബിഗസ്റ്റ് എന്ന വേരിയബിളിലോട്ട് 8 എന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. ആ 8 എന്ന വാല്യൂവും സിയിലുള്ള വാല്യൂവും തമ്മിലായിരിക്കും ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 7 ആണല്ലോ. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സി അല്ല വലുത്, പകരം ബിഗസ്റ്റ് എന്ന വേരിയബിളാണ് വലുത് എന്ന് അവിടെ വന്നു. അതായത് ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫാൾസ് എന്നായിരിക്കും. ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൻസർ ഫാൾസ് ആണ്. കാരണം സി അല്ല ബിഗസ്റ്റ് എന്ന വേരിയബിളാണ് വലുതെന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നായിരിക്കും. ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ കൂടെയുള്ള ഈ ബിഗസ്റ്റ് ഈക്വൽ ടു സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ പിന്നെ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇപ്പം ബിയുടെ വാല്യൂ 8 ആണ് എങ്കിൽ ഇവിടെ ആൾറെഡി ഈ ബിഗസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 8 ആയിരിക്കും. അപ്പോൾ ഇതും സിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ബിഗസ്റ്റ് എന്ന വേരിയബിൾ തന്നെയാണ് വലുത് എങ്കിൽ പിന്നെ അതിൻ്റെ വാല്യൂ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് സ്കിപ്പ് ചെയ്യും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ പ്രിൻറ്റ് ബിഗസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അതവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബിഗസ്റ്റ് ഈക്വൽ ടു 8 എന്നായിരിക്കും അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൽ ബിഗർ നമ്പർ ഏതാണ് എന്ന് കണ്ടെത്താനുള്ള അൽഗോരിതം. ആക്ച്വലി ഈ ഒരു ലോജിക്കല്ല, വേറെയും ഒരുപാട് ലോജിക്കിലൂടെ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ബിഗർ വാല്യൂ ഏതാണെന്ന് കിട്ടാൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൽ 3-4 മെത്തേഡ്സ് ഉണ്ട്. 3 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് 3-4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് ഉപയോഗിച്ചുള്ള ഒരു അൽഗോരിതമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു അൽഗോരിതം മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊന്നുമില്ല. വേറെയും മെത്തേഡ്സിലൂടെ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്താനുള്ള വേറെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മേ ബി ഈവൻ സിമ്പിളർ ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ടാവാം. പക്ഷേ ഞാൻ ആ മെത്തേഡ്സിൽ ഒരു മെത്തേഡായ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെയും രീതിയിലൂടെ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ബിഗർ നമ്പർ കണ്ടെത്താനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൊരു മെത്തേഡ് ഞാനിവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്, ഇത് മാത്രം ഉപയോഗിക്കാവൂ എന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ വലിയ നമ്പർ ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ആ അൽഗോരിതം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 5 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രോഗ്രാമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അൽഗോരിതം ബേസ് ചെയ്ത്, ഈ അൽഗോരിതം എഴുതി നോക്കണമെന്ന് തന്നെ ഇല്ല, നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഈ അൽഗോരിതം ബേസ് ചെയ്ത് തന്നെ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൻ്റെ ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ അൽഗോരിതം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മാനുവലി, അതിപ്പോൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ മാനുവലി അത് സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കോഡും എഴുതാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ മാനുവലി സോൾവ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് നമ്മളിങ്ങനെ അൽഗോരിതം പോലെ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ആ അൽഗോരിതം എഴുതി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അൽഗോരിതം ഓഫ് ബിഗസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു അൽഗോരിതം കൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്ത സാമ്പിളായിട്ട് ഒരു അൽഗോരിതം കൂടെ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.